ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെ പെരുമാറണം, ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ, അത് ആണുങ്ങൾക്കിടയിൽ ചാടിക്കളിക്കേണ്ടവളല്ല ഒരു വിശ്വാസി. ഇസ്ലാമിനെ പ്രഖ്യാപിച്ച അള്ളാഹു ആരാധ്യനാണെന്നും മുഹമ്മദ് നബി പ്രവാചകനാണെന്നും പ്രഖ്യാപിച്ച ഒരു സ്ത്രീക്ക് ചില പെരുമാറ്റത്തിന് ചില നിബന്ധനകളുണ്ട്. ഇങ്ങനെ നന്നായിട്ട് കൂട്ടം കെട്ടി ചാടിക്കളിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഏത് ഇസ്ലാമിക മതപണ്ഡിതർക്കാണ് അങ്ങനെ ആണുങ്ങൾ കാണുന്ന ഒരു പബ്ലിക്കായ സ്ഥലത്ത് പെൺകുട്ടികൾ കൂട്ടം കെട്ടി ചാടുന്നത്, ഒരു പ്രത്യേക രീതിയിൽ ചാടിക്കളിക്കുന്നത് അനുവദനീയമാണ്, അതിന് മതത്തിൽ പ്രതിവിലക്കുകളില്ല എന്ന് പറയാൻ ഏത് പണ്ഡിതനാണ് സാധിക്കുക? ഒരാൾക്കും സാധിക്കൂല. വളരെ വ്യക്തമാണ്. ജാഹിലിയത്തിൽ നിങ്ങൾ സൗന്ദര്യം വെളിവാക്കിയതുപോലെ നിങ്ങൾ സൗന്ദര്യം വെളിവാക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ അതിൽ പാട്ടുണ്ട്, അതിൽ ഡാൻസ് ഉണ്ട്, അതിൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഉണ്ട്. സഹോദരങ്ങളെ, ഇതിലൊക്കെ എവിടെയാണ് മതത്തിന്റെ അതിരുകളെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ അവർ ചാടുക എന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ട് ഒരു പെണ്ണ് ചാടിക്കളിക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം മനസ്സിലാകാത്ത ആരാണ് അവരുടേത്? അങ്ങനെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവരുടെ ഹോർമോൺ ചെക്ക് ചെയ്യണം. അവരുടെ ബ്ലഡിൽ ടെസ്റ്റോസ്റ്റിറോൺ, അവർക്ക് ഉണ്ടാകേണ്ട ചില പുരുഷ ഹോർമോണുകളുണ്ട്, അതൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുള്ള ഒരാൾക്ക് മനസ്സിലാകും അതിലെ പ്രശ്നങ്ങൾ എന്താണ്. മുസ്ലിം പെൺകുട്ടികൾ കൂട്ടം കെട്ടി സ്കൂളിൽ ചാടിക്കളിക്കുക എന്നത് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ എക്സസൈസ് ആരോഗ്യത്തിന് വേണ്ടിയാണ് ജിമ്മിൽ പോകണോ? പെണ്ണുങ്ങൾ മാത്രമല്ല ജിമ്മിൽ പോകാം, അതിന് ഇസ്ലാം വിരുദ്ധമല്ല അല്ലേ? പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു സമയത്ത് അവർ ജിമ്മിൽ പോയി ഫിറ്റ്നസ് നേടുന്നതിൽ ഇവിടെ ഒരു മതവും ഒരു പ്രത്യയശാസ്ത്രവും എതിരല്ല. പക്ഷെ ആണും പെണ്ണും കലർന്ന ജിമ്മിൽ ഒരു പെണ്ണ് അവരുടെ ശരീരത്തിന്റെ നിമ്നോന്നതകൾ വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ഇട്ടിട്ട് അവിടെ ചാടിക്കളിക്കാൻ ഇവിടെ മതം അനുവദിക്കുന്നില്ല. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാല്. അത് ചാടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. അങ്ങനെയാണെങ്കിൽ പേര് മാറ്റിയിട്ട് ചാടിക്കൂടെ? ആയിഷ, ഫാത്തിമ എന്നൊക്കെ പേരിട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ ഇസ്ലാമിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടാൻ അനുവദിക്കുന്നില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഇവിടെ ആരും വരണമെന്നോ ഇവിടെ ആരും മുസ്ലിം ആകണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങൾ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അവിടെ ചില നിബന്ധനകളുണ്ട്. ആ മുസ്ലിം എന്ന പേര് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പബ്ലിക്കായിട്ട് ചാടാൻ പറ്റൂല, അങ്ങനത്തെ ഡ്രസ് ഇടാൻ പറ്റൂല, അങ്ങനത്തെ ഡാൻസ് ചൈഞ്ഞാടാൻ പറ്റൂല. അതിന് വിലക്കുകളുണ്ട്, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഹറാമാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിന് പരിമിതികളുടെ മതത്തിൽ വിലക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം. അതല്ലാതെ ആകാശം പൊളിഞ്ഞാടുന്ന, ആകാശം പൊളിഞ്ഞാട്ട് സുംബ കളിച്ചാൽ എന്നാണ്. ആകാശം പൊളിഞ്ഞാടൂല സഹോദരങ്ങളെ. പക്ഷേ ആകാശം പൊളിഞ്ഞാടുന്നൊരു ദിവസം വരാണ്ട്, അന്ന് തീരുമാനിക്കപ്പെടും ആരാണ് ശരി, ആരാണ് തെറ്റ്, എന്തായിരുന്നു സത്യം എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഇത് മതത്തിന്റെ നിയമങ്ങളാണ്. ഇവിടെ ആർക്കും തോന്നിയതുപോലെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റിയതല്ല അല്ലെ? ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് നമുക്ക് സുംബ കളിക്കാൻ പറ്റോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റിയ വിഷയമല്ല ഇവിടെ. ഇത് അല്ലാഹുവും റസൂലും നേരത്തെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്ത് തീരുമാനമാക്കേണ്ട വിഷയമല്ല. ഇത് യാതൊരു തരത്തിലുള്ള അനുവാദവുമില്ല എന്ന് ഒരു സത്യവിശ്വാസി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്.